അടിമുടി മാറ്റം സംഭവിച്ച ഒരു പുതിയ സിലബസുമായിട്ടാണ് IU എക്സാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ IU എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ഡെസ്പായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IU എക്സാംസിൽ ഈ സിലബസ് മാറ്റം കൊണ്ട് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണ്, ഏത് തരത്തിലുള്ള പ്രിപ്പറേഷനാണ് ഈ എക്സാമിന് ഏറ്റവും എഫക്റ്റീവായിട്ട് മാറുക എന്നുള്ള കാര്യങ്ങളാണ്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് ഈ എക്സാമിന്റെ സിലബസ്, IUയുടെ സിലബസ് എന്ന് പറയുന്നത് 100% ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ടോപ്പിക്കുകളായിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നതെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് സിലബസ് ചേഞ്ച് ആയി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിലബസ് ചേഞ്ച് ആയി എന്ന് പറയുന്നതിനെക്കാട്ടിലും സ്റ്റുഡൻസിന്റെ മൈൻഡ് ചേഞ്ച് ആയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഈ എക്സാമിന്റെ സിലബസ് മാറ്റം സംഭവിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ഈ എക്സാമിനേഷൻ വേണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ എക്സാമിനേഷനിൽ ഈ സിലബസ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ എക്സാം എഴുതുന്ന മുഴുവൻ ആളുകൾക്കുമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്, ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം എന്താണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ എക്സാമിന്റെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 38,000 മുകളിലാണ്. അതായത് 38,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ ബ്രാഞ്ചിലും കൂടിയാണ് കേട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, എഞ്ചിനീയറിംഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ആ എല്ലാ ബ്രാഞ്ചിലും കൂടി ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളത് വെറും 38,000 ആളുകളാണ്. ഇനി ഇതിൽ കൺഫർമേഷൻ കൊടുക്കാൻ പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിക്കും എന്ന് മാത്രമല്ല, ഈ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 18 കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫെബ്രുവരി 18 റീസെന്റ് ആയിട്ട് മറ്റൊരു എക്സാം, ഫെബ്രുവരി 20 ഒരു എക്സാമും നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കിലാണ് എഞ്ചിനീയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തിന്റെ പിന്നിലായിരിക്കും? ഭൂരിഭാഗം എഞ്ചിനീയേഴ്സും ഇപ്പം നിലവിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പിന്നാലെ ആയിരിക്കും ഉണ്ടാവുക. സോ RRBയുടെ JEE എക്സാംസിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എന്നാൽ അതിൽ പ്രയോറിറ്റി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ RRBയുടെ JEE എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത, എന്നാൽ PSC എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO പോസ്റ്റ്. അപ്പൊ ഈ IO പോസ്റ്റിൽ സിലബസ് മാറ്റങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈക്വൽ ചാൻസസ് ഫോർ എവറി വൺ എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കൂടി മനസ്സിലാക്കുക. നോർമലി നിങ്ങൾ ഏതൊരു എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ടുള്ള ലിസ്റ്റുകൾ നോക്കുമ്പോൾ അതിൽ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ പലപ്പോഴും കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ടോപ്പ് 50 ഒരു 30 ആളുകളെങ്കിലും എല്ലാ ലിസ്റ്റുകളിലും കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ 3-4 വർഷമായിട്ട് ഇതേ എക്സാമുകളുടെ പിന്നിലാണ്. അവർക്ക് ആ കണ്ടന്റ് കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എപ്പോൾ എക്സാം നടന്നാലും അവർക്ക് അതൊന്ന് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. എന്നാൽ ഈ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം സിലബസ് 100% ചേഞ്ച് ആയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നേരത്തെ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ നേരത്തെ പഠിച്ച സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സിലബസ് വന്നതോടുകൂടി എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി വന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വലിയൊരു സിലബസ് ഒന്നുമില്ല. ഞാൻ ഓൾറെഡി സിലബസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ഒന്നുമല്ല. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അത്ര മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം സിലബസ് റെഡ്യൂസ് ആയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതിനോടൊക്കെ ഉണ്ടായിരുന്നത് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ 5 ബ്രാഞ്ചുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ 5 വർഷം, ഓരോ ബ്രാഞ്ചിൽ നമ്മൾ 4 വർഷം എടുക്കുകയാണെങ്കിൽ ഒരു 20 വർഷമെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയുമാണ്. ഒരു 2 വർഷത്തെ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇപ്പം നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സോ ആ അഡ്വാൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇത് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ഡെഡിക്കേഷനിൽ തന്നെ ആയിരിക്കണം. രണ്ടാമത്, ഈ എക്സാമിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ എക്സാമിനേഷനിൽ ഒരു കീ ടോപ്പിക് ആയിട്ട് മാറുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ്ലി ഒരു തിയറി പേപ്പറായി മാറുന്ന സമയത്ത് ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മാത്തമാറ്റിക്സിന് ക്രൂഷ്യൽ റോൾ ഉണ്ട്. സോ നിങ്ങളുടെ മാത്തമാറ്റിക്സ് പൊടി തട്ടിയെടുക്കേണ്ട സമയമാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. കാര്യം ഞാനിത് നേരത്തെ പറഞ്ഞു, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് ഈസി ടോപ്പിക്സുകളാണ്, തിയറി സബ്ജക്റ്റുകളാണ്. അവിടുന്ന് നമുക്ക് അനായാസം എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി അടുത്തത് സിലബസ് ഇസ് ചേഞ്ച്ഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് റെഡ്യൂസ്ഡ് ആയി എന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിലബസ് വലിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ സിലബസിന്റെ എന്താ പറയുക, അത്രത്തോളം പഠിക്കാനുള്ള കണ്ടന്റിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 70% സിലബസ് എങ്കിലും കുറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അത്രത്തോളം എഫേർട്ട് എടുത്താൽ മാത്രം മതി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 80 ദിവസം എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ് എന്നുള്ളതാണ്. ഓക്കെ, 80 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവറപ്പ് ചെയ്യാൻ പറ്റും. അത്രയും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. IO പോസ്റ്റ് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റ് പോലെ 2 or 3 വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ തന്നെ 65 ആളുകൾക്ക് പോസ്റ്റിംഗ് പോയി, 100-ലധികം ആൾക്കാർക്കെങ്കിലും പോസ്റ്റിംഗ് പോകാൻ സാധ്യതയുള്ള ഈ തവണ നടക്കാൻ പോകുന്ന 2025 നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ എക്സാംസുകളിൽ ഒന്നാണ് IO എക്സാം. സോ ഈ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ എക്സാമിനേഷനിൽ വരുന്ന നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 38,000 മുകളിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ 38,000 ആളുകളിൽ ഭൂരിഭാഗം ആളുകളും, ഏറ്റവും ചുരുങ്ങിയത് ഒരു 25,000 ആളുകളെങ്കിലും ഈ എക്സാമിനേഷനെ കുറിച്ച് വലിയൊരു കൺസേൺ ഉള്ള ആളുകളായിരിക്കില്ല. ഒരു 10,000 ആളുകളായിരിക്കും ഈ എക്സാമിനേഷനെ കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ കോച്ചിങ് ഒക്കെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ 2,000 or 3,000 കുട്ടികൾ മാത്രമായിരിക്കും. സോ നിങ്ങൾ ആ 2,000 or 3,000 കുട്ടികളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ആ 100 or 150 ആളുകൾക്ക് പോസ്റ്റിംഗ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ നിങ്ങൾ കാണേണ്ടത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100 റാങ്കിൽ എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാര്യം ആദ്യത്തെ 100 റാങ്കിൽ എത്തുന്ന പല ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്കറിയാം സിവിൽ എക്സാമിൽ നല്ല റാങ്ക് വാങ്ങുന്ന ആളുകളായിരിക്കും, ഇലക്ട്രിക്കൽ എക്സാമിൽ നല്ല റാങ്ക് വാങ്ങുന്ന ആളുകളായിരിക്കും. അവരൊക്കെ എന്ത് ചെയ്യും, അവരുടെ ബ്രാഞ്ചസിലുള്ള ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ IO ലിസ്റ്റ് താഴെയുള്ള ആളുകൾക്ക് വരെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ പോയിന്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സിലബസ് ചേഞ്ച് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കാനേ പാടില്ല. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കണം. നിങ്ങൾ എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% സിലബസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സിലബസ് വീഡിയോസ്, ആ മുഴുവൻ കണ്ടന്റുകളും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. സോ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മൾ IO ബാച്ചിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 80 ദിവസം കൊണ്ട് മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് IO കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.